നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 7 ജോലികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലപ്പോഴും പല സ്ത്രീകളായാലും പല വിദ്യാർത്ഥികൾ അങ്ങനെ പല ആളുകളുണ്ടാവും, അവർക്കൊക്കെ ഒരു ജോലിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പലപ്പോഴും പലരും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം തന്നെ ഫസ്റ്റ് പറയാൻ പോകുന്നത് യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ ഞാൻ ഫസ്റ്റ് പറയാൻ കാരണം, യാതൊരു മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവും, സ്ഥിരമായി നെറ്റ് കയറ്റുന്ന ആളുകളായിരിക്കും. അപ്പോൾ പിന്നീട് നിങ്ങളെ ചിന്ത എന്തായിരിക്കും, എന്ത് വീഡിയോ ഇടും എന്നാണെങ്കിൽ, നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കുക്കിങ്, ട്രാവലിങ്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ്, ഇനി ഒന്നും ഐഡിയ ഇല്ല, ഏതിലൊക്കെ നല്ല യൂട്യൂബേഴ്സിനെ തിരഞ്ഞുപിടിച്ച് അവരെ കണ്ടൻറ്റൊക്കെ നോക്കിയിട്ടൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പോൾ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണം, അത് എങ്ങനെ നല്ല റീച്ച് ആവണം, അതിൽ നിന്ന് എങ്ങനെ വരുമാനം കിട്ടും, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. അപ്പോൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാനം മാസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അടുത്തതായി പറയുന്നത് ക്ലീനിങ് പ്രൊഡക്റ്റുകളെ കുറിച്ചാണ്. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബിസിനസ്സാണ് സോപ്പ്, അതുപോലുള്ള പ്രൊഡക്റ്റുകൾ. സോപ്പ്, അതുപോലെ ഹാൻഡ് വാഷ്, അതുപോലെ സോപ്പും പൊടി, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് വീട്ടിലുണ്ടായി തന്നെ സെല്ല് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളെ അയൽവാസികൾ അതുപോലെ അവർക്കൊക്കെ ഇതുപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി സെല്ല് ചെയ്യാൻ പറ്റും. കാരണം സോപ്പൊക്കെ നമ്മളെ ഓർഗാനിക്കായിട്ടുള്ള സോപ്പുകൾ, അങ്ങനെ നല്ല സോപ്പുകൾക്കൊക്കെ വേണ്ടി ആളുകൾ ഒരുപാട് ആവശ്യക്കാരുണ്ട്. പല ആളുകളും ഇന്ന് വിജയിച്ച് ചെയ്യുന്ന ബിസിനസ്സാണത്. കാരണം പല ആളുകളും ഓൺലൈനായിട്ടൊക്കെ നല്ലവണ്ണം സെല്ല് ചെയ്യുന്നുണ്ട് ഈ സോപ്പുകളൊക്കെ. അപ്പോൾ ഇതെങ്ങനെ സോപ്പ് എങ്ങനെ നിർമ്മിക്കും, അതുപോലെ എങ്ങനെ ഹാൻഡ് വാഷ് നിർമ്മിക്കും, അതിനെക്കുറിച്ച് അതിൻ്റെ ബോട്ടിൽസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കിട്ടുന്നതാണ്. അടുത്തതായി ഞാൻ പറഞ്ഞു വരുന്നത് ഫേസ്ബുക്കിനെ കുറിച്ചാണ്. ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ നിങ്ങളെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങും. അതായത് നിങ്ങൾ ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ അതിൽ ഇടുക, ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ വരുമാനം വരും. അതിന് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 മണിക്കൂർ വാച്ചിങ് അവറൊക്കെ ആകുമ്പോഴാണ് പരസ്യമാവുള്ളൂ, ക്യാഷ് കിട്ടുള്ളൂ. പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനത്തെ പ്രശ്നമല്ല. നിങ്ങൾ നന്നായിട്ട് ആക്റ്റീവ് ആണെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും. നിങ്ങളെ നിലവിലുള്ള പ്രൊഫൈൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണലാക്കി മാറ്റിക്കൊണ്ട് ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. അതായത് നമ്മൾ ഫോട്ടോ ഇട്ടാൽ പോലും അതിൽ നിന്നും ചെറിയ വരുമാനം വന്നു തുടങ്ങും. ഫോട്ടോ, വീഡിയോസ് അങ്ങനെയൊക്കെ ഇടാം, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്. ഫേസ്ബുക്ക് പേജ് എന്നുള്ളതും ഏറ്റവും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, മാസം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ്. അടുത്തതായി പറഞ്ഞു വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ്. വീട്ടിലൊരു മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പണം സമ്പാദിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചെടുക്കണം. അതിന് ഇവിടെ പലതരം കോഴ്സുകൾ ലഭ്യമാണ്. 1 മാസം 2 മാസത്തൊക്കെ പലതരം കോഴ്സുകളുണ്ട്. അതെടുത്തുകൊണ്ട് നല്ലൊരു ട്രേഡറിൽ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി 1000, 2000, 10000 വരെ ഉണ്ടാക്കാൻ പറ്റും. 10000 ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നഷ്ടസാധ്യതകളും ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങളൊരു കോടീശ്വരനാക്കാനും അതുപോലെ തന്നെ നിങ്ങളെ ഏറ്റവും വലിയ കടബാധ്യത ആക്കാനും പറ്റിയൊരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. വളരെയധികം ശ്രദ്ധയോടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ വലിയ ലോസുകൾ നിങ്ങൾക്ക് സംഭവിക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇതാണ് പറയാനുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച ശേഷം മാത്രമേ അതിലോട്ട് ഇറങ്ങാവൂ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പറ്റും. അത് നല്ല നല്ല ബ്രാൻഡുകളൊക്കെ നിങ്ങളെ സമീപിക്കുകയും അതുവഴി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും. അത് ഇൻസ്റ്റാഗ്രാമിൽ നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഇട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മേഖല തന്നെയാണ് ഇൻസ്റ്റാഗ്രാം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾ അതിലാണ് കൂടുതലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഭാവിയിലേക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാമുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാം വളരെ ആക്റ്റീവായി നോക്കുക. ഇനി ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി സെല്ല് ചെയ്യാനൊക്കെ സാധിക്കും. അടുത്തതായി ഞാൻ പറഞ്ഞു വന്നത് വീട്ടിലിരുന്നുകൊണ്ട് ട്യൂഷൻ ചെയ്തുകൊണ്ടാണ്. അതായത് കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കും. നിങ്ങളെ അടുത്തുള്ള വീട്ടിലെ കുട്ടികൾ അതുപോലെ കുറച്ച് ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ട്യൂഷൻ എന്ന് പറഞ്ഞത് നിങ്ങളെ അടുത്ത അയൽവാസികളുടെ കുട്ടികളോ അല്ലാതെ തന്നെ ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കുന്ന പല ആപ്പുകളുണ്ട്. അതുവഴി നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ മറ്റു വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, കുട്ടികളൊക്കെ നന്നായി പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുത്തുകൊണ്ടും നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് ഞാൻ പറഞ്ഞു വരുന്നത്
ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് സ്വയം തൊഴിലിൻ്റെ ഭാഗമായിട്ട് ടൈലറിങ് വർക്കൊക്കെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ വളരെ 1 മാസം 2 മാസം കോഴ്സുകളുള്ളൂ. അതൊക്കെ ഫ്രീ ആണ്. അതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചില ടൈലറിങ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന മാർഗ്ഗമാണ്. അത് അത്യാവശ്യം നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കുറച്ച് ആളുകളൊക്കെ വെച്ചുകൊണ്ട് വലിയ രീതിയിലോട്ടൊക്കെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞ ഒരുപാട് ജോബുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ കാര്യം പറഞ്ഞു, യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞു, പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഫസ്റ്റ് ടൈം ഒരു വലിയൊരു വരുമാനം പ്രതീക്ഷിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. അതായത് നിങ്ങൾ തുടക്കത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ക്ലീനിങ് പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെ കുറച്ച് സെല്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിൽ കുറച്ച് റീച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടും. പക്ഷേ നിങ്ങളത് ക്ഷമയോടെ ഇത് വിജയിക്കും എന്നുള്ള ഒരു ഇതിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടും. പക്ഷെ വേറെ ജോബ് നോക്കേണ്ടി വരില്ല. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് പ്രവർത്തിക്കുക, ക്ഷമയാണ് ഏറ്റവും വലിയ പ്രധാനം. സ്റ്റാർട്ടിങ് ഒന്നും ഒരുപാട് പണമൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന് ഇത് വേണ്ടി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വരുമാനം തന്നെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ യൂട്യൂബിലിടുന്നുണ്ടാവും. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ ഒരുപാട് ഇനിയും ജോബുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. വെരി ഗുഡ് ബൈ.